ചാമിയെ പൂട്ടിയതിലൂടെ കണ്ണൂർ പോലീസിലെ ചുണക്കുട്ടികൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ജയിൽ പോലീസിന്റെ ഉറക്കവും ആലംഭാവവും ഒന്നും ലോക്കൽ പോലീസിനെ ബാധിച്ചിരുന്നില്ല. ഇപ്പോൾ വാർത്തകളിൽ വീണ്ടും ഇടം നേടുകയാണ് കണ്ണൂർ പോലീസിലെ പെൺപുലിയായ കണ്ണൂരിലെ വനിതാ SI VV ദീപ്തി, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്, ടൗൺ CI ശ്രീജിത്ത് തുടങ്ങിയവരുടെ ടീം. ഇതിൽ ഗോവിന്ദചാമി വേട്ട നടത്തിയ സ്ക്വാഡിൽ തലപ്പത്ത് SI ദീപ്തിയും CI ശ്രീജിത്ത് എന്നിവർ ആക്ഷൻ ത്രില്ലർ ആയി തന്നെ അവരുടെ സർവീസിലെ തന്നെ ഫുൾ പെർഫോമൻസിലായിരുന്നു. കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ നാട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന P ശശിയുടെയും പ്രദീപിന്റെയും നാട്, പാർട്ടി സെക്രട്ടറിയുടെ നാട്, സ്പീക്കറുടെ സ്വന്തം മണ്ഡലം വിളിപ്പാടകലെ. എല്ലാത്തിനും പുറമെ CPM സീനിയർ നേതാക്കൾ ഉൾപ്പെടെ കണ്ണൂരിലെ ജയിൽ സമിതി, പാർട്ടി സഹാക്കൾ അനേകം തടവറയിൽ കിടക്കുന്ന കണ്ണൂർ ജയിൽ. ഇവിടെ പെട്ടെന്ന് തന്നെ ആക്ഷൻ പൂർത്തിയാക്കി വിജയം വരിച്ചില്ല എങ്കിൽ പണി പാളുമെന്നും ഉറപ്പ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനാകെ നാണക്കേടാകും. തലയിൽ മുണ്ടിട്ട് കണ്ണൂരിൽ ചെല്ലേണ്ട അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ അതിശക്തരും ആഭ്യന്തര വകുപ്പിന്റെ അതിവിശ്വസ്തരുമായ 2 ഉദ്യോഗസ്ഥരെ ഫീൽഡിലെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് നേതൃത്വം നൽകിയപ്പോൾ ഫീൽഡിലെ കണ്ണൂർ സ്ക്വാഡ് മുന്നോട്ട് കൊണ്ടുപോയത് ദീപ്തിയും ശ്രീജിത്തും ചേർന്നായിരുന്നു. ഏതറ്റം വരെയും പോകാനായിരുന്നു ഇവരുടെ തീരുമാനം. ഗോവിന്ദചാമി ഇടഞ്ഞാലോ ആക്രമിച്ചാലോ എൻകൗണ്ടർ വരെ ആസൂത്രണം ചെയ്തു. അതായത് പുറത്തിറങ്ങിയ ഗോവിന്ദചാമിക്ക് ആരെങ്കിലും തോക്കോ ആയുധങ്ങളോ നൽകിയാലോ എന്ന ചിന്തയും ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങാനും ഗോവിന്ദചാമി ഇടഞ്ഞാലോ ആക്രമണത്തിന് മുതിർന്നാലോ വൻ എൻകൗണ്ടർ ഉറപ്പായിരുന്നു. രണ്ടും കൽപ്പിച്ചുള്ള ഈ കണ്ണൂർ സ്ക്വാഡ് അക്ഷരാർത്ഥത്തിൽ മാരക ശക്തിയും ഉപയോഗിക്കുകയായിരുന്നു. അതായത് അപകടകരമായ ദൗത്യത്തിന് അപകടകരമായ റൂട്ട് തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദചാമിയെ പൂട്ടിയത് കണ്ണൂരിലെ വനിതാ SI VV ദീപ്തിയുടെ നേതൃത്വത്തിലായിരുന്നു. കേരള പോലീസിലെ തിളങ്ങുന്ന വനിതയും ചങ്കുറപ്പുള്ള ഓപ്പറേഷനുകൾ നടത്തുന്ന ആളുമാണ് ദീപ്തി. ആരെയും ഭയമില്ല. തലശ്ശേരി SI ആയിരുന്നപ്പോൾ കോടികളുടെ കള്ളപ്പണവേട്ട, മയക്കുമരുന്ന്, സ്വർണ്ണക്കടത്തുകാരുടെ പേടി സ്വപ്നമൊക്കെയായിരുന്നു ദീപ്തി. ഇപ്പോൾ ഗോവിന്ദചാമിയെ പൂട്ടിയ കണ്ണൂർ സ്ക്വാഡിന്റെ അമരത്തുകൂടി ശക്തമായ സാന്നിധ്യമായതോടെ കേരള പോലീസിലെ ഈ പെൺശക്തി ഒരു പൊൻതൂവൽ തന്നെയാവുകയാണ്. ജയിൽ ചാടിയ പ്രതിയെ താളാപ്പിലെ കിണറ്റിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പുലർച്ചെ ജയിൽ ചാടിയതോടുകൂടി തന്നെ കണ്ണൂർ ടൗൺ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ ടൗൺ CI ശ്രീജിത്ത് കോടേരി, SI VV ദീപ്തി എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് CCTV പരിശോധിച്ചു. ഇതോടെ തന്നെ തളപ്പാവിലെ CCTVയിൽ ഇയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. തുടർന്ന് പോലീസ് തളപ്പാവ് മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ഇതിനിടയിൽ ഇയാൾ തളപ്പാവിലെ കാട്ടിനുള്ളിലേക്ക് പോകുന്നതായി സമീപത്തെ സ്ത്രീയും ഓട്ടോറിക്ഷ ഡ്രൈവറും വിവരം നൽകുകയായിരുന്നു. പോലീസ് പ്രദേശത്ത് അരിച്ചുപെറുക്കി അയാളെ തപ്പി. അതിനിടയിലാണ് സമീപത്തെ കിണറ്റിൽ നിന്നും ശബ്ദം കേട്ടത്. ഓടിയെത്തിയ ദീപ്തി, അതായത് SI ദീപ്തി ആകട്ടെ പോലീസും നാട്ടുകാരും ഇയാളെ കിണറ്റിൽ നിന്നും പൊക്കിയെടുത്ത് ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു. ഒരു ഹെഡ് വാർഡൻ, 3 വാർഡന്മാർ എന്നിവരെയാണ് ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകും. അന്വേഷണ സംഘം ഗോവിന്ദചാമിയുമായി തന്നെ ജയിൽ വളപ്പിൽ തെളിവെടുപ്പും നടത്തി. ഗോവിന്ദചാമിയെ ഉടൻ കണ്ണൂരിൽ നിന്നും തൃശൂരിലെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് അതീവ സുരക്ഷാ സെല്ലിലേക്ക് മാറ്റും. BJP, യൂത്ത് കോൺഗ്രസ് എന്നിവർ പ്രതിഷേധവുമായി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാർച്ചും നടത്തി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.